ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ CK ഖാദർ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ചെറിയൊരു ട്രിപ്പാട്ടോ. അവിടെ കട്ടപ്പനയിലേക്കാണ് പോണത്. അപ്പോൾ കട്ടപ്പനയിൽ ചെന്ന് അവിടെ 2-3 മലകളും കാടുകളും ഒക്കെ കയറാനുണ്ട്. അതെല്ലാം കണ്ട് കേട്ട് അതെ ഇന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും മഴ മേളിൽ പോയിട്ട് ഇന്ന് ക്യാമ്പ് ചെയ്യാന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകണേ. അപ്പോൾ നമ്മുടെ കട്ടപ്പനയിൽ തന്നെയുള്ള നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മുടെ സുഹൃത്തുണ്ട് അബി. ഇപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി പറഞ്ഞിട്ടാണ് പോണത്. അവിടെ നല്ല സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്രത്തോളം നല്ലതാണ് എന്നുള്ളതൊന്നും അറിയത്തില്ല, പോയി നോക്കാം. പിന്നെ കൂട്ടത്തിൽ ഇന്ന് യാസീനും ഷാക്കൂട്ടനും ഇല്ല, രണ്ടുപേരും ചവിട്ടി. കല്യാണം ഉണ്ട് കേട്ടോ അവർക്ക്, അതാ മെയിനായിട്ട്. അവർ രണ്ടുപേരുടെയും കസിൻ്റെ കല്യാണം കേട്ടോ. നമ്മുടെയും കസിൻ്റെ കല്യാണമാണ്. പിന്നെ ഇപ്പം 5 പേര് കൂടുതൽ കൂടാൻ പാടില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നൈസായിട്ട് ചാടി. നമ്മളെന്നായാലും പോവാം. അവിടെ ചെറുക്കനൊക്കെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളിത് എപ്പോഴും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥലമാണ്. മീൻമുട്ടി എന്ന് പറയും. ഇടുക്കി കാടിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ്. എല്ലാ വീഡിയോയിലും ഉണ്ട്. ഇവിടെ എപ്പോഴും ആ ഭാഗത്ത് ആനേനെ കാണുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ആന പോയിട്ടൊരു പൂട പോലും ഇല്ല അവിടെ. അത് വേറെ കാര്യം. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതെ, ഇന്ന് വെയിലാണെങ്കിൽ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. സംഭവം കൊള്ളാം, അടിപൊളി കാലാവസ്ഥയാണ്. ഇത്രയും നേരം നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ തണുപ്പ് മാറി പയ്യെ വെയിലൊക്കെ വന്നു. നമുക്കവിടെ ചെല്ലുമ്പം ഇനി എന്താവും എന്നതാവും എന്നുള്ളതൊന്നും അറിയത്തില്ല. വെള്ളം കിടക്കാൻ പറ്റുമോ? എന്തായാലും ഒരു ലോഡ് സാധനമൊക്കെ ആയിട്ടാണ് നമ്മൾ പോണേ. ഒന്നുമില്ല, ഒരു കൈലി എടുത്തിട്ടുണ്ട്, ഒരു മുണ്ടും എടുത്തിട്ടുണ്ട്. കൈലി മുണ്ടും ഉണ്ട്, ഒരു ബനീനും ഉണ്ട്, ഒരു ടെന്റ് ഉണ്ട് കേട്ടോ. ഒരു ടെന്റ് ഉണ്ട്, നമ്മുടെ പഴയ ടെന്റ്. 1 വർഷം മുന്നെയോ 1.5 വർഷം മുന്നേ കണ്ട് മേടിച്ചു വെച്ചാൽ ടെന്റ്. അത് അതെ, 1 വർഷം മുമ്പൊന്നും അല്ല, 2010-ലോ 2011-ലോ മേടിച്ചാണ് ടെന്റാ. ഇതുണ്ടോ, വാരി വലിച്ചിട്ടേക്കുക. നമുക്കിനി അടുക്കും ചിട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് പിന്നെ ഒരു മറ്റേ സാധനം, സ്ലീപ്പിംഗ് ബാഗ്, 2 ചെയറുണ്ട്. പിന്നെ അത് നമ്മുടെ ക്യാമറ ബാഗ്. ഇത് യാജിൻഷാടെ ഷഡ്ഡിയൊക്കെ ഇട്ടേക്കണ ബാഗ്. അതവിടെ ഗ്യാസ് സ്റ്റൗവ്, പാത്രം മേടിച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം മേടിച്ചോ? അതൊക്കെ വേറെ കാണിച്ചു തരാം ഞാൻ. ഇതാട്ടോ നമ്മുടെ ടെന്റ്. ഇത്രയും സാധനമായിട്ടാണ് പോണേ. ടെന്റ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നു. അതെ, അപ്പോൾ അതിനാലും നമുക്ക് ഇവിടുന്ന് പോകാം. ഓക്കെ, നമ്മൾ ചെറുതോണി എത്തി കേട്ടോ. ചെറുതോണി പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ചെറുതോണി നമ്മൾ വേറെ സ്ഥലമൊന്നും കാണിക്കാത്തതിൻ്റെ കാര്യം നമ്മൾ പല വീഡിയോയിലും പല സ്ഥലത്തെല്ലാം ഈ വഴിക്ക് വന്നപ്പോൾ എല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിന്നെ നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാം. ഇതിപ്പോൾ നമ്മുടെ ചെറുതോണി പാലം ഉണ്ടല്ലേ. ഇവിടെ പുതിയ പാലം പണിയുമെന്നോട്ടോ പറഞ്ഞേട്ടെ. നേരെ അപ്പുറത്തേക്കും കൊണ്ട് ക്രോസ് ചെയ്ത് കയറുമെന്ന് പറഞ്ഞു കേട്ടു. എങ്ങനെയാണ് എവിടെ വന്ന് കയറിയതെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മളിത് ഇടുക്കിയാണ്. ഇടുക്കി സിറ്റി കഴിഞ്ഞ് കയറ്റം കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ചായക്കട സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടേക്ക് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. എല്ലാവർക്കും അറിയാം, പോയിട്ടുണ്ടാവും. കരിക്കൂടിക്കോട്ടോ. നമ്മളങ്ങനെ കട്ടപ്പനയോടെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. കട്ടപ്പന അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് പിന്നെ പോയി അങ്ങനെ നമ്മൾ കട്ടപ്പന എത്തി. ഒന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വാഗമൺ കോട്ടയൊക്കെ പോകാട്ടോ. റൈറ്റ് ലെഫ്റ്റ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചാണ് നമ്മുടെ പ്ലേസ്. കട്ടപ്പനയിൽ നിന്ന് ലെഫ്റ്റ് പുളിയമ്മല, മൂന്നാർ, ആ റൂട്ടൊക്കെ പോണ സ്ഥലമാണ്. നമുക്കെന്തായാലും ഇവിടെ നിന്നിട്ട് നമുക്കൊന്ന് എബീനെ വിളിച്ചു നോക്കാം, അവൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. നന്നായിട്ട് വിശന്നിട്ട് ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് അവിടെ കണ്ട കട്ടപ്പനയിലത്തെ തന്നെ പോലീസ് ക്യാൻറ്റീനാണിത്. അവിടെ പോയി ബീഫും പൊറോട്ടയും, മലയാളികളുടെ ദേശീയ ഭക്ഷണമല്ലോ, അതൊരു പ്ലേറ്റ് അങ്ങ് മേടിച്ചു. തകർത്തു അങ്ങോട്ട്. നമ്മുടെ മച്ചാനോടെ ഫ്രീക്ക് ആളെത്തിയിട്ടുണ്ട്. ഹലോ, കുഴപ്പമില്ലായിരുന്നു. ഫുഡ് കഴിച്ചു. പോലീസ് ക്യാൻറ്റീനിലാണ്. ഇവിടെ ഷോപ്പുണ്ടോ?
ഷോപ്പുണ്ട് ഇവിടെ? ഇല്ല, ഞാൻ ഒരു വർക്കുണ്ടായിരുന്നു. വർക്ക് ചെയ്യണ്ടല്ലോ. അപ്പം നമുക്ക് അപ്പോൾ നമ്മളെ എബി എന്നിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകണം. ഫസ്റ്റ് പോകണമെന്നൊക്കെ അയ്യപ്പൻ കോവിൽ പോകാമെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് അഞ്ചുരുളി, പിന്നെ അവിടുന്ന് വേറെ ഏതോ ഒരു മല, പിന്നെ അതിൻ്റെ അടുത്ത് മറ്റൊരു മല, അങ്ങനെ 2-3 സ്ഥലത്താണ്. ആദ്യം പോണ മല ഇതും ഈ അഞ്ചുരുളി കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തണ്ട് പോകാമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് പിന്നെ പോകാൻ പറഞ്ഞത് നമുക്ക് സ്റ്റേ അടിക്കാനുള്ള സ്ഥലത്തേക്കാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു സെറ്റപ്പ് കിട്ടുകയുള്ളൂ. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ചെയ്യാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് പോലെ ഇരിക്കും നമ്മുടെ ചാനലിൻ്റെ ഉയർച്ച. നമ്മുടെ സ്വന്തം ചാനലായിട്ട് തന്നെ എല്ലാവരും കാണുക. അപ്പോൾ നമ്മളിത് ഇപ്പോൾ കട്ടപ്പനയിൽ നിന്ന് നമ്മൾ പോണ വഴിയായിട്ട് അയ്യപ്പൻ കോവിൽ പോകാൻ വേണ്ടിയിട്ട് കയറി പോയതാട്ടോ. വഴിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നമുക്ക് ഗൂഗിൾ മാപ്പിൽ അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഒരുപാട് സിനിമയ്ക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പോണത് അതിൻ്റെ ഒരു ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന ഒരു സൈഡ് ചേർന്നിട്ട് നമുക്ക് ഈ അയ്യപ്പൻ കോവിൽ പാലത്തിൻ്റെ അടുത്ത് ചെന്ന് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ പോണതാട്ടോ. അപ്പോൾ അവിടെ വെള്ളം കയറി കിടക്കുവാണെങ്കിൽ നമ്മുടെ യാത്ര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടുപെടേണ്ടി വരും. അപ്പോൾ എന്തായാലും പോയി നോക്കാം എന്നോർത്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഡാമിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഒത്തിരി ഹൈറ്റിലേക്ക് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വെള്ളത്തിൽ കൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റും. ഈ ബോണറ്റൊക്കെ മൂടി പോകുന്ന രീതിയിലാണെങ്കിൽ പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കത്തില്ല. നമുക്ക് റിസ്ക്കാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകത്തില്ല എന്ന് നിങ്ങൾക്കറിയാലോ. കണ്ടില്ലേ, മൊത്തം മണ്ണിട്ട വഴിയാട്ടോ. അധികം ആളും പേരൊന്നും ഇല്ലാത്തൊരു സ്ഥലം തന്നെ പോലെ തോന്നുന്നുണ്ട്. അതിൽ ഇടയ്ക്ക് ഇവിടെ കയറുന്ന വഴിക്ക് കുറച്ച് വീടുണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുന്നതും വീടുകളുടെയൊക്കെ എണ്ണവും കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. ഒരു കാടിൻ്റേതായ ഒരു ഫീൽ കേട്ടോ. നല്ല ചെളിയാട്ടോ, നല്ല കറുത്ത കളർ ചെളിയാണ്. നല്ല റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡൊക്കെ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലത്തെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഒരു ഉൾക്കാട്ടിലേക്ക് പോകണതിൻ്റെ ഒരു ഫീലാട്ടോ. ഉൾക്കാട്ടിലേക്ക് കയറി പോകുമ്പോഴത്തേനും ഉള്ള പോലെ തന്നെ നല്ല തിങ്ങിയ മരങ്ങളും കാട്ടുമരങ്ങളൊക്കെ കാണാനുള്ളൂ ശരിക്കും പറഞ്ഞത്. പൈൻ മരം പോലത്തെ ഒരു മരം ആട്ടോ. കണ്ടോ, നല്ല ഇരുട്ടായി തുടങ്ങണ പോലെ ആയി തുടങ്ങി ഉള്ളിലേക്ക് പോകുമ്പോൾ. ഡാമിൽ വെള്ളം കിടക്കാനായിട്ട് കാണി നമ്മുടെ ഇടുക്കി ഡാം നിറഞ്ഞു. ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ ഡാമിൽ കൂടെ പാസ് ചെയ്ത് വന്നപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ മുട്ടക്കുന്ന് പോലെ കുറേ കുന്നുകളുണ്ടായിരുന്നു. അതൊന്നും കാണാൻ പാടില്ലായിരുന്നു, എല്ലാം മൂടിയായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒരടി കൊണ്ട് മുങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം ടോപ്പ് വശം മൂടും, അത്രയും കൂടെ ഉള്ളൂ. നന്നായിട്ട് തന്നെ മൂടിത്തവണ നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ കാറൊക്കെ വന്ന് കിടപ്പണ്ടേ. ഓ ഇതാട്ടോ, ഇതാണ് വെള്ളം കയറി കിടക്കുകയെന്ന് പറഞ്ഞത്. നമ്മുടെ ഇറങ്ങി പോക്ക് കണ്ടിട്ട് തന്നെ റിസ്ക്കാണ്. നല്ല ഹൈറ്റിൽ അങ്ങോട്ട് വെള്ളമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോക്ക് നടക്കൂല. ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് പോയി നോക്കിയത് ഉള്ളൂടെ എന്തോരം വെള്ളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു സൈഡിൽ നല്ല വെള്ളം, ഇപ്പുറത്തേക്ക് വെള്ളം കുറവും. എന്തായാലും തിരിച്ചു വന്നു. ഇനി അങ്ങോട്ട് പോകണ്ട, വേറെ വഴിയുണ്ട്. വേറെ വഴി കൂടെ പോകാമെന്ന് ഓർത്ത് തിരിച്ചു വന്നേട്ടോ. വഴിയിൽ നിന്ന് നമുക്ക് എബിയുടെ കൂട്ടുകാരനെയും കിട്ടി കേട്ടോ. ഫെമി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് ഇവിടെ ഈ ക്യാമ്പിങ്ങിൻ്റെ ടെൻറ്റിങ്ങിൻ്റെ ഒക്കെ പരിപാടിയാട്ടോ. അപ്പോൾ പുള്ളി അത്യാവശ്യം നല്ല സ്ഥലങ്ങളിൽ വ്യൂ പോയിന്റുകളിലൊക്കെ ചെന്നിട്ട് ഇതുപോലെ തന്നെ ടെൻറ്റിങ്ങിനുള്ള സൗകര്യം ടെൻറ്റൊക്കെ ഉണ്ട് അവരുടെ 5-6 ഉണ്ട്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സംഭവം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയുള്ള ടെൻറ്റിങ്ങിന് പുള്ളി സൗകര്യം ഒരുക്കി തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിയുടെ പേഴ്സണലായിട്ട് വേറൊരു പരിപാടി എന്ന് വെച്ചാൽ തേൻ്റെ വെറൈറ്റി തേനുകളുടെ പരിപാടിയാണ്. അതായത് ഈ കാന്താരി തേന്, അങ്ങനെ പല രീതിയിൽ മുളക് തേൻ എന്നൊക്കെ പറഞ്ഞ പോലെ, നെല്ലിക്ക, അങ്ങനെ പല രീതിയിലുള്ള സൈസ് വെറൈറ്റി തേനുകളുടെ ഒരു ശേഖരം അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു പരിപാടിയാണ്. നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ നമുക്ക് കൊറിയർ ചെയ്ത് പാഴ്സൽ ചെയ്ത് ഒരു പൈസ ഒരു അക്കൗണ്ടിലിട്ട് കൊടുത്തില്ല. അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ് പുള്ളിക്കുള്ളത്, ഫെമിക്കുള്ളത്. അപ്പോൾ ഞാൻ പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഇനി ക്യാമ്പിങ്ങിനുള്ള സൗകര്യം അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഫെമിനെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. ആൾ ചങ്കായിട്ട് കൂടെ നിന്നോളും, ഒരു വിഷയമില്ലാത്ത ആളാണ്. നമ്മളപ്പോൾ ഇവിടുന്ന് തിരിച്ച് വീണ്ടും നമ്മൾ അയ്യപ്പൻ കോവിൽ, നമുക്ക് അവിടെ ഒരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പാലമാണ്. മിക്ക സിനിമകളിലും കാണാവുന്ന തരത്തിലുള്ളൊരു പാലം തന്നെയാട്ടോ അത്. നമ്മുടെ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുള്ളവർക്കറിയാം. അതിൻ്റെ ക്ലൈമാക്സ് സീനിൽ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ഓടിക്കൊണ്ടൊരു പാലമുണ്ട്. ഓടിയൊരു മഞ്ഞിൻ്റെ അകത്തേക്ക് കയറുന്ന പോലത്തെ ഒരു പാലം. ആ പാലമാണ് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് സംഭവം. ഇത്
ഇതിപ്പോൾ ഒത്തിരി സിനിമകളിലുള്ള ഒരു ലൊക്കേഷനാട്ടോ ഇത്. മിക്ക സിനിമകളിലും ഉണ്ട്. ലൈഫ് ഓഫ് ജോസ് ഊട്ടി എന്ന് പറഞ്ഞ പടമൊക്കെ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ പരിസരങ്ങളിലും എല്ലാം ആണ്. അങ്ങനെ ഒത്തിരി പടങ്ങളിലുള്ളൊരു പാലമാണ്. നമുക്കിപ്പോൾ വണ്ടി എന്തിനും താഴെ കൊണ്ടിട്ടിട്ട് തിരിച്ച് നടന്ന് കയറി വരണം. അപ്പോൾ നമുക്കതിന് വേണ്ടിയുള്ള പരിപാടി നോക്കാം. പാലത്തിലൂടെ കയറി ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം. ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ തന്നെ. അതെ, ഈ കാണുന്ന വഴി കണ്ടോ, ഇവിടെ വെള്ളം ഇറങ്ങി കിടക്കുവാണ്. നമ്മൾ ഈ വഴിക്കാണ് നമ്മൾ അപ്പുറത്തുനിന്ന് തിരിച്ച് പോകാതെ നേരെ ആ വഴി കൂടെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് കയറിയാനെ. ഓക്കെ ഓക്കെ. ആളുകളൊക്കെ വന്നിട്ട് ചുമ്മാ പാലത്തിൽ കൂടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് ചുമ്മാ നടക്കുന്നു. പക്ഷെ അതാണ് വേറെ ഒരു അട്രാക്ഷൻ. ഇതിപ്പോൾ വെള്ളം കയറിയപ്പോഴാണ്, വെള്ളം ഇല്ലായിരുന്നു അടിവശം മൊത്തം പാറയൊക്കെ ആയിരുന്നു. നമ്മളെന്തായാലും നടന്നു പോയി നമുക്ക് നോക്കാം അതിൻ്റെ ഫീൽ എന്നതാന്ന്. അതിന് വേണ്ടി പോകണം കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് പാലം, എന്നാലും ഇത്രയും വലിയ പാലമില്ല, ഇത്ര നീളത്തിനുള്ള പാലം ഇവിടെ കണ്ടില്ല കേട്ടോ. ഇവിടെ ചെറുതാണ് നമ്മുടെ അടുത്തുള്ളത്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. കുലുങ്ങുമ്പോ പേടിയാവും. വലിയൊരു തേനുണ്ട് മുകളിൽ. നമ്മുടെ വീട്ടിൽ സാധനം വന്ന് കൂടിയായിരുന്നു. നമ്മുടെ ഇത്രയും നമ്മളിപ്പോൾ ഇത് ഗോപ്രോയിലാട്ടോ പിടിക്കുന്നത്. ഗോപ്രോയിൽ പിടിക്കുമ്പോഴത്തേനും നമ്മൾ നല്ല ലൈറ്റുള്ള ഏരിയയിലേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും നന്നായിട്ട് നമ്മൾ താഴെയുള്ള വ്യൂ ഒക്കെ നല്ല ഡാർക്കായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷനോ എന്തെങ്കിലും സെറ്റിങ്സ് എന്തെങ്കിലും മാറിയതാണോ എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാലെന്ന് പറയുന്നത്. കാരണം പല സ്ഥലത്തും ഇതുപോലെ നമ്മൾ ആകാശത്തേക്ക് വരുമ്പോഴേക്കും താഴെയുള്ളതിനൊന്നും കളറും ഇല്ല, മൊത്തം ഡാർക്കായി പോകണ വരുമോ. അപ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് അറിയാവുന്നവരൊന്ന് പറഞ്ഞാൽ. ഇത് കാണുമ്പോ പൊട്ടി വീണാൽ എനിക്ക് നീന്തറിയാൻ മേലട്ടോ. ലോക്ക്ഡൌണിന്റെ ഇടയ്ക്ക് എന്റെ കൊണ്ട് ഡിസ്പ്ലേ പോയത്. ആ സമയത്തൊക്കെ ഫോൺ കുത്തി മടുത്തായിരുന്നു. നല്ലൊരു പ്രത്യേക ഫീലാട്ടോ ഇവിടെ കയറി നിന്ന് നോക്കുമ്പോഴത്തേനും. താഴെ വെള്ളം സാധാരണ പാലങ്ങൾ പോലെ തന്നെയാണെങ്കിലും മൊത്തം എന്താ പറയുക, വീടുകളൊന്നും കാണാനില്ല. നമ്മൾ കാടിൻ്റെ അകത്ത് പോയി നിന്നിട്ടൊരു പാലത്തെ കയറുന്ന പോലത്തെ ഒരു ഫീൽ, ഒരു തൂക്കുപാലം. ഇഷ്ടംപോലെ ആളുകൾ ഇത് കാണാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പുറ സൈഡിലേക്ക് കണ്ടില്ലേ, അവിടെ നിറച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ കയറി വന്ന് കാഴ്ചകളൊക്കെ കാണുന്നതാണ്. കണ്ടോ, അടിപൊളി. പോത്താണ് കാട്ടുപോത്താന്നൊക്കെ. മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെ ഇതൊക്കെ പൊട്ടി അവനക്ക് എന്നൊക്കെ പറയാണ്ട്. ഇതുകൂട്ട് സമയത്തൊക്കെ ജനിച്ച വാ തുറന്ന വൻ ദുരന്തമല്ലോ. ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് പാലത്തേക്ക് കയറിയുള്ളൂ. ഫെമി അവന് നടക്കാൻ മടിയാന്നും പറഞ്ഞ് വണ്ടിക്കകത്തിരിക്കുവാണേ. എന്തായാലും നമ്മളിവിടുന്ന് തിരിച്ചു പോവാട്ടോ. സംഭവം എന്തായാലും കൊള്ളാം. കാരണം പാലത്തിൻ്റെ സെൻറ്ററിലെത്തുമ്പോൾ കാറ്റ് വീശുമ്പോഴേക്കും നമ്മളെ ഒരു സൈഡിലേക്ക് നമ്മളെ കൊണ്ടുപോകണ പോലത്തെ ഒരു ഫീലൊക്കെ ആയിരുന്നു. സംഭവം പൊളിച്ചു. നമ്മളെന്തായാലും അവിടുന്ന് തിരിച്ചു കിട്ടോ. അവിടെ എന്തോ ഒത്തിരി കഥകളും ചരിത്രങ്ങളൊക്കെ അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ അയ്യപ്പൻ കോവിൽ. അവിടെ അകത്തൊരു അമ്പലമുണ്ട്. അമ്പലത്തിൽ വെള്ളം കയറുമ്പോൾ അതിൻ്റെ മേളിലൊരു പാലം പോലെ പണിത് അതിൻ്റെ അകത്തേക്ക് നടന്ന് അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ആ അമ്പലത്തിൻ്റെ താഴെ ഒരു ചെറിയൊരു ഗുഹയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അത് നേരെ മലയുടെ ടോപ്പിലേക്ക് വരെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെ അവിടെ ഉറങ്ങിക്കിടപ്പുണ്ട് കേട്ടോ. എന്താ സംഭവം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മളതൊന്നും പറയാത്തത്. എന്തായാലും വേണ്ടില്ല, ഇനിയുള്ള സമയങ്ങളിൽ മുന്നോട്ട് പോകും തോറും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ സ്ഥലങ്ങളും അവിടെ എന്തെങ്കിലും ചരിത്രങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തി നമുക്ക് നിങ്ങളിലേക്ക് പരാമർശിപ്പിക്കാം. ഭയങ്കര റിച്ച് പോലെ അവിടെ എത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയാമെന്ന് ഓർത്തു. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടുന്ന് അഞ്ചുരുളിക്കാണ് പോകണേ. പിന്നെ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ, നല്ല മഴയാണ്. നമ്മളപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും വന്ന വഴിക്ക് ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലാവണില്ല അല്ലേ? ഇത് നമ്മുടെ അമ്പിളി എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനാട്ടോ. ഇതാണ് അമ്പിളിയുടെ വീട് കാണിച്ചുകൊണ്ടിരുന്നത്.
ആ സിനിമയിൽ തന്നെ നമ്മുടെ എബി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു ആക്ടറാട്ടോ. ആരും ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു ആക്ടറാണ്. പുള്ളി അതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. തപ്പി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കൊള്ളാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. നല്ല മഴയാട്ടോ. എന്തായാലും നമ്മൾ എവിടെ ചെന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇത് കൂട്ട് എന്തെങ്കിലും അവസ്ഥയ്ക്ക് ആയിരിക്കും മഴ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ മഴ കുറയുവാണെങ്കിൽ കയറി ടണലും കണ്ടിട്ട് വരാമല്ലോ. മഴ കുറഞ്ഞു എന്തായാലും. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ നല്ല തിരക്കാട്ടോ. അഞ്ചുരുളി വെള്ളച്ചാട്ടം കാണാമല്ലേ. വെള്ളച്ചാട്ടമൊന്നും അല്ല, ടണൽ കാണാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കടകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കണ സ്ഥലം കേട്ടോ. നമുക്ക് ഇപ്പോൾ താഴത്തേക്ക് പോകാം. താഴേക്ക് വഴിയുണ്ട്. നമുക്ക് താഴെ വരെയും പോയി നിർത്താവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ. എന്തായാലും ഈ ഡാമിൽ കിടക്കുന്ന വെള്ളം നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വെള്ളമാണ് ഇങ്ങനെ പരന്ന് കിടക്കണേ കേട്ടോ. അപ്പോൾ ഈ ഡാമിൽ ഒരടി കൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 അടി പൊങ്ങിയാലെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കേൾക്കുന്നുണ്ടെങ്കിലും ആ ഒരടി പൊങ്ങുമ്പോൾ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായതുകൊണ്ടായാലാണ് ആ പൊങ്ങുക എന്നുള്ളത് ഇവിടേക്ക് വരുമ്പോൾ അറിയുള്ളൂ കേട്ടോ. അതിൽ സംഭവം കൊള്ളാം. ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അപ്പോൾ മേളിലേക്ക് കയറി ചെന്ന് നോക്കാം. അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പോയി നോക്കാം എന്തായാലും. ഇവിടുന്ന് ആ മേളിലേക്ക് പോയാലാട്ടോ നമുക്ക് ടണൽ കാണാൻ പറ്റുള്ളൂ. ഇതേ വെള്ളം ഒഴുകി വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്തോടെ ഒന്ന് ജീപ്പ് കയറ്റി മേളിൽ കൊണ്ടുപോയാൽ ഒരു സാഹസികതയാണ്. അതൊന്ന് കാണിക്കാൻ വേണ്ടി ഓർത്തതാണ്. അപ്പോൾ പിന്നെ നേരെ നമ്മളിവിടെ സ്റ്റേഷനിലൊക്കെ കയറിയിട്ടൊക്കെ വരുമ്പോൾ ഒത്തിരി താമസിക്കുമല്ലോ. നമുക്കപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ ചിലപ്പോൾ സ്റ്റേഷനിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പാടില്ലല്ലോ, വേണ്ടാത്ത മണിക്ക് നിൽക്കണ്ടല്ലോ എന്നോർത്തുകൊണ്ട് എന്തായാലും നടന്ന് തന്നെ മേളിലേക്ക് പോയി. സാരമില്ലല്ലോ, കേരളമല്ലോ, ഇവിടെ ഇങ്ങനെയൊക്കെ ആലോ. നിങ്ങളുടെ നോട്ടം എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. അപ്പോൾ നമുക്ക് പോവാം. ഇവിടെ മലയൊക്കെ ചെരിഞ്ഞ് സൈഡിൽ നിന്നൊക്കെ ഇടിഞ്ഞടി ഇപ്പം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സൂക്ഷിച്ചും കണ്ടും പോയി നിന്നില്ലെങ്കിൽ തെന്നി അങ്ങ് പോകും. കണ്ടേ, ആളുകളൊക്കെ അവിടെ നേരത്തെ കൈവരിയൊക്കെ ഉണ്ടായിരുന്നേ കേട്ടോ. പക്ഷെ അതെല്ലാം വെള്ളം വന്നപ്പോഴേക്കും പോയി. ഇഷ്ടംപോലെ വെള്ളമാണ് ഇപ്പോൾ ഡാമിൽ നിന്ന് വന്ന വെള്ളം, ഡാമിലേക്ക് വന്ന വെള്ളമാണ്. ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകണു എന്നൊക്കെ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിതൊക്കെ കാണാനും പറയാനും അല്ലേ പറ്റുള്ളൂ. ഇതുണ്ടോ, കട്ട് ചെയ്ത് വെള്ളം ഇറക്കി വന്നടോ. അടിപൊളി സംഭവം തന്നെ ആയാലും. ആണല്ലേ, വെള്ളമില്ലായിരുന്നു നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അഞ്ചുരുളി വെള്ളച്ചാട്ടത്തിലാട്ടോ. അല്ലെ, അഞ്ചുരുളി ടണലിലാണ്. ഇതാണ് ടണൽ. സംഭവം കൊള്ളാട്ടോ, അടിപൊളിയാണ്. ഇതിപ്പം ഇവിടെയാണ് മറ്റേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തേക്കണേ കേട്ടോ. പിന്നെ ഇവിടെ വെള്ളമില്ലായിരുന്നെങ്കിൽ നമുക്ക് പതുക്കെ ഇറങ്ങി അതിൻ്റെ അകത്തേക്ക് നടന്നൊക്കെ പോയി നോക്കാമായിരുന്നു. നടന്നു പോകാൻ പറ്റത്തില്ല. നമ്മുടെ ആൾക്കാരെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. ഒരു രക്ഷയില്ലാത്ത പൊളി സ്ഥലം. നമുക്ക് കടലെന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വെള്ളമാണ് ഈ കിടക്കണത്. ഡാമിൽ ഇപ്പോൾ ഇത്തവണ വെള്ളമുള്ളതുകൊണ്ട് ഇത്രയും വെള്ളം കയറി വന്നേക്കണം കേട്ടോ. എങ്ങനെ വെള്ളം കയറാതിരിക്കാനാ? ഇതുപോലെയല്ലേ ഇവിടെ വെള്ളം തന്നെ. അഞ്ചുരുളി വെള്ളച്ചാട്ടം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലേക്ക് വന്ന് കയറും കേട്ടോ. വണ്ടി കിടക്കണതാണ് നല്ല രസമല്ലോ. കണ്ടോ, അവിടെ കേട്ടോ. ഇതിപ്പോൾ കുറച്ചുകൂടി ഭാവിയിൽ വെള്ളം പോയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം ആവുമല്ലോ. പിന്നെ ഇങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അതിലൂടെ മേളിലേക്ക് കയറാൻ നോക്കിയിട്ട് പറ്റിയില്ലാത്തതുകൊണ്ട് പിന്നെ തിരിച്ചു പോകാമെന്ന് വെച്ചു. എന്തായാലും ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടെ വലിയൊരു മലയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. മല എന്ന് വെച്ചാൽ മറ്റേ കല്യാണത്തണ്ടെന്ന് പറയും. അവിടെ കയറിയിരിക്കുമ്പോൾ നമ്മുടെ കാൽവരി മൗണ്ട് മലയുടെയൊക്കെ ഏതാണ്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും. അപ്പോൾ നല്ലൊരു അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സന്ധ്യ ആവാറായി. ഇനി ബാക്കി അങ്ങോട്ട് പോയി നോക്കാം. ഒത്തിരി ഇരുട്ടണേന് നമുക്ക് പോയില്ലെങ്കിലേ ചിലപ്പോൾ പണി കിട്ടും. നമുക്ക് രാത്രിക്ക് സ്റ്റേ ചെയ്യേണ്ട ഇടത്തേക്ക് പോകുമ്പോൾ അവിടെയും പാടായി പോകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അങ്ങോട്ടും പോവാം എന്നോർത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാട്ടോ. അപ്പോൾ എബി മേളിൽ പോയി നിൽപ്പുണ്ട്. അവൻ ചോദിച്ചു, അവിടെയുള്ള കടക്കാട്ട് ചോദിച്ചു വണ്ടി ഇറക്കിയ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ അവരാണ് പറഞ്ഞത് സീനാണ്, ഇറക്കണ്ട എന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടെ കണ്ടൊരു ബോർഡാട്ടോ ഇത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഞാനിപ്പം വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇവർ ഈ പറയണത് മെയിനായിട്ട് ഇടുക്കിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഈ സംഭവങ്ങളെല്ലാം കാണിച്ചിട്ടുള്ളത്. ചീയപ്പാറ വെള്ളച്ചാട്ടവും ചെമ്പൻ കുലുമ്പൻ മൂലവറ്റം പവർ ഹൗസ് മുതൽ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇതെല്ലാം കണ്ടു. ഇനി നമുക്ക് പോകേണ്ടത് കല്യാണത്തണ്ടിലേക്കാണ്. സന്ധ്യ ആവണതിന് മുമ്പ് നമുക്ക് അവിടെ കയറണം. അപ്പോൾ അവിടെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. പോയി കണ്ട് സെറ്റപ്പ് ആവുമോ എങ്ങനെയാണെന്നൊക്കെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവാട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ ആയി കിടക്കുവാണ്. മേളിൽ കയറുമ്പോൾ ചിലപ്പോൾ മഞ്ഞായിരിക്കാം. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇപ്പം തന്നെ സമയം ഏതാണ്ട് വീഡിയോയുടെ ലെങ്ത്ത് ഏതാണ്ട് 20 മിനിറ്റോളം ആയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി പോകാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. എന്നായാലും ഫുള്ളായിട്ട് വെറുപ്പിക്കുമല്ലേ, ഇച്ചിരി കൂടിയിരിക്കട്ടെല്ലോ എന്ന് ഓർത്തുണ്ടാലോ. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോ ഒക്കെ അടുത്ത എപ്പിസോഡിലൊക്കെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. കമ്മിങ് സൂൺ.